ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വെള്ള വറ്റമീൻ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിഴിപുളി ചേർത്ത വറ്റമീൻ കറി. അതിനായി ഒരു വലിയ വറ്റമീൻ കഴുകി വൃത്തിയാക്കി സ്ലൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു വറ്റമീനാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാനായി ഉലുവപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചത്, വെളുത്തുള്ളി ഒരു 8 അല്ലി ചതച്ചത്, ഒരു 3 പച്ചമുളകും ചതച്ചത്, പിന്നെ ഒരു 10-12 കുഞ്ഞുള്ളി ചതച്ചത്, ഒരു മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിന്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാനിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ കത്തിക്കുക. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയായിട്ടുണ്ട്. അന്നേരം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. നന്നായി പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉലുവ. ലാസ്റ്റ് നമുക്ക് ഉലുവ പൊടി ചേർക്കണം. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. ചെറുതായി ഒന്ന് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചെറുതായി ഒന്ന് വാടുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. പെട്ടെന്നൊന്ന് വഴലാനായി നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ലാസ്റ്റ് നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. എല്ലാം കൂടെ നല്ല ഇട്ടുകൊണ്ട് നമ്മൾ ഈ കറി പിഴിപുളിയിലാണ് ചെയ്യുന്നത്. എല്ലാം ഒന്ന് മിക്സാകും. ഇനിയെല്ലാം നന്നായി വാടുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ മതി. ഇത് നമുക്ക് മസാലയിലോട്ട് ചേർക്കാം. ഇതെല്ലാം നല്ല വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിട്ട് ചേർക്കാം. എല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഓരോന്നായിട്ട് ചേർത്താൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരുമിച്ച് ചേർക്കുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും. പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യും. സമയം നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഈ മസാല കിടന്നൊന്ന് വഴലട്ടെ.
തക്കാളി എല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പിഴുപുളി ചേർക്കാം. ഇവിടെ ഒന്ന് മസാലയിലൊന്ന് തിളയ്ക്കട്ടെ. തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുളിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയ സമയം 1 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിള വരുന്നവരെ അടച്ചു വെക്കാം. അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. സമയം നമുക്ക് വെള്ള വറ്റ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കിയിടാം. എല്ലാ മീനും പെറുക്കിയിട്ട് ഇനി ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. കറി വേഗം തുടങ്ങാത്തത് കൊണ്ട് പൊടിഞ്ഞു പോകത്തില്ല. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് തിള വരുന്നവരെ വേവിക്കാം. കറിയെല്ലാം തിളച്ച് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. കറിവേപ്പില. ഈ സമയം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം. വെള്ള വറ്റമീൻ പിഴിപുളി ചേർത്ത മീൻ കറി റെഡി. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കറിയെല്ലാം തണുത്ത് വറ്റിയിട്ടുണ്ട്. പിഴിപുളി ചേർത്ത വറ്റമീൻ കറി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വറ്റമീൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.